ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 126 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ഇന്ന് ഭഗത് സിംഗിന്റെയും ലതാ മങ്കേഷ്കറുടെയും ജന്മദിനമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിച്ചത്. അനശ്വര രക്തസാക്ഷിയായ ഭഗത് സിംഗ് ഓരോ ഭാരതീയനും, പ്രത്യേകിച്ച് രാജ്യത്തെ യുവാക്കൾക്ക് ഒരു പ്രചോദനമാണെന്നും നിർഭയത്വം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യവികാരങ്ങളെ ഉണർത്തുന്ന ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ലതാ മങ്കേഷ്കറുടെ ഗാനങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി അവരുടെ ദേശഭക്തി ഗാനങ്ങൾ ആളുകളെ വളരെയധികം പ്രചോദിപ്പിക്കുന്നതായിരുന്നു എന്നും അഭിപ്രായപ്പെട്ടു. ഒപ്പം ലതാ മങ്കേഷ്കർ ആലപിച്ച പ്രധാനമന്ത്രിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമായ ജ്യോതി കലശ് ചൽക്കെ എന്ന ഗാനം മൻ കി ബാത് ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുകയും ചെയ്തു അദ്ദേഹം. നവരാത്രിയുടെ ഈ അവസരത്തിൽ നാരീശക്തിയെ അനുസ്മരിച്ച പ്രധാനമന്ത്രി മോദി വ്യവസായം മുതൽ കായികം വരെ, വിദ്യാഭ്യാസം മുതൽ ശാസ്ത്രം വരെ ഏതു മേഖലയിലായാലും നമ്മുടെ രാജ്യത്തിലെ പെൺമക്കൾ എല്ലായിടത്തും വെണ്ണിക്കൊടി പാറിക്കുന്നതായും സങ്കൽപ്പിക്കാൻ പോലും പ്രയാസമായ വെല്ലുവിളികളെ മറികടക്കുന്നതായും അഭിപ്രായപ്പെട്ടു. नवरात्रि के इस समय में हम शक्ति की उपासना करते हैं, हम नारी शक्ति का उत्सव मनाते हैं. बिजनेस से लेकर स्पोर्ट्स तक और एजुकेशन से लेकर साइंस तक, आप किसी भी क्षेत्र को लीजिए, देश की बेटियां हर जगह अपना परचम लहरा रही हैं. आज वे ऐसी चुनौतियों के भी पार कर रही हैं जिनकी कल्पना तक मुश्किल है. 8 മാസം തുടർച്ചയായി കടലിൽ തങ്ങാനും കാറ്റിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന പായ്വഞ്ചിയിൽ, അതും കടലിലെ കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും മോശമാകാം എന്ന സാഹചര്യത്തിൽ 50,000 കിലോമീറ്റർ സഞ്ചരിച്ച ഭാരതീയ നാവികസേനയിലെ ധീരരായ 2 വനിതാ നാവിക ഉദ്യോഗസ്ഥരുടെ സാഗർ പരിക്രമയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി ധൈര്യവും ദൃഢനിശ്ചയവും എന്താണെന്ന് അവർ തെളിയിച്ചതായി അറിയിച്ചു. ഇന്നത്തെ മൻ കി ബാത്തിലൂടെ ഈ 2 സാഹസിക ഉദ്യോഗസ്ഥരായ കമാൻഡർ ദിൽനയെയും ലഫ്റ്റനന്റ് കമാൻഡർ രൂപയെയും പ്രധാനമന്ത്രി പരിചയപ്പെടുത്തി. ഈ പര്യവേക്ഷണത്തിനായി തങ്ങൾ 3 വർഷത്തെ തയ്യാറെടുപ്പ് നടത്തിയതായും നാവിഗേഷൻ മുതൽ കമ്മ്യൂണിക്കേഷൻ, എമർജൻസി ഡിവൈസസ് എങ്ങനെ പ്രവർത്തിപ്പിക്കാം, ഡൈവിംഗ് എങ്ങനെ ചെയ്യാം, ബോട്ടിലെ ഏത് തരത്തിലുള്ള അടിയന്തരാവസ്ഥയും എങ്ങനെ കൈകാര്യം ചെയ്യാം, ഒരു മെഡിക്കൽ എമർജൻസി എങ്ങനെ കൈകാര്യം ചെയ്യാം, ഇതിന്റെ എല്ലാം പരിശീലനം നാവികസേന തങ്ങൾക്ക് നൽകിയതായി ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വിദൂരമായ സ്ഥലമായ നീമോ പോയിന്റിൽ പായ്വഞ്ചിയിലെത്തിയ ഈ സംഘം ഈ പ്രദേശത്തോട് ഏറ്റവും അടുത്ത് മനുഷ്യവാസമുള്ളത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണെന്നും അറിയിച്ചു. ഒരു പായ്വഞ്ചിയിൽ ഇവിടെ എത്തിയ ലോകത്തിലെ ആദ്യ ഭാരതീയനും ആദ്യ ഏഷ്യക്കാരനും ലോകത്തിലെ ആദ്യ വ്യക്തികളും ഈ വനിതകളാണ്. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയെത്തിയ തന്റെ മകൾ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയെ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിലൂടെ അഭിനന്ദിച്ചതിലും മകളുമായി പ്രധാനമന്ത്രി സംവദിച്ചതിലും അഭിമാനമുണ്ടെന്ന് മാതാവ് റീജ. എന്റെ മകൾ പായ്വഞ്ചിയിൽ പോയി ജയിച്ചു വന്നതിൽ പ്രധാനമന്ത്രിയെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ ഒരു അവസരത്തിൽ അവർ രണ്ടുപേരും ലോകം മുഴുവൻ കറങ്ങി തിരിച്ചു വന്നതിൽ എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരുടെയും സന്തോഷവും ഇതും കിട്ടുന്നതിൽ അങ്ങേയറ്റം സന്തോഷവതിയുമാണ്. പ്രധാനമന്ത്രി വിളിച്ചതിൽ ഇപ്പോഴാ എനിക്ക് പല കോളുകളും വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരിക്കാതെ ഇങ്ങനെ ഒരു ഇത് കിട്ടുന്ന സമയത്ത് നമ്മൾ അത്രയും ഹാപ്പിയാണ്. ലോകം മുഴുവൻ വെറും ഒരു പായ്വഞ്ചിയിൽ ചുറ്റി വരിക എന്ന് പറഞ്ഞാൽ അതൊരു റിസ്ക് തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും തിരിച്ചെത്തി. അപ്പൊ അതിന് കിട്ടുന്ന ഈ ഒരു അംഗീകാരം ഉണ്ടല്ലോ, അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. പ്രധാനമന്ത്രിയുമായിട്ട് ഇതിൽ സംസാരിക്കുക എന്ന് വെച്ചാൽ അതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ദീപാവലിക്ക് ശേഷം വരുന്ന പുണ്യ ഉത്സവമായ ഛാട്ട് പൂജയെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി സൂര്യദേവന് സമർപ്പിതമായ ഈ മഹോത്സവം സവിശേഷമാണെന്നും അസ്തമയ സൂര്യന് നിവേദ്യമർപ്പിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഈ ഉത്സവം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്നതായും അറിയിച്ചു.
ഇന്ന് ഈ ഉത്സവം ആഗോള ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുന്നതായും ഛാഡ് ഉത്സവത്തെ ഭാരത സർക്കാർ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭാരത സർക്കാരിന്റെ സമാനമായ ശ്രമങ്ങൾ കാരണം കൊൽക്കത്തയിലെ ദുർഗാപൂജയെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആഘോഷിക്കാനൊരുങ്ങുന്ന വേളയിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കണമെന്ന ഗാന്ധിജിയുടെ നിർദ്ദേശം ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി വിൽപ്പനയിൽ ഗണ്യമായ വർധന കാണുന്നതായി അറിയിച്ചു. ഒക്ടോബർ 2 ഏതെങ്കിലും ഒരു ഖാദി ഉൽപ്പന്നം വാങ്ങണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. पिछले कुछ वर्षों में खादी की बिक्री में बहुत तेजी देखी गई है. मैं आप सभी से आग्रह करता हूं कि 2 अक्टूबर को कोई न कोई खादी प्रोडक्ट जरूर खरीदें. गर्व से कहें ये स्वदेशी है. इसे सोशल मीडिया पर #वोकल फॉर लोकल के साथ शेयर भी करें. खादी की तरह ही हमारे हैंडलूम और हैंडीक्राफ्ट सेक्टर में भी काफी बदलाव देखने को मिल रहा है. आज हमारे देश में ऐसे कई उदाहरण सामने आ रहे हैं जो बताते हैं कि अगर परंपरा और इनोवेशन को एक साथ जोड़ दिया जाए तो अद्भुत परिणाम मिल सकते हैं. നമ്മുടെ കൈത്തറി കരകൌശല മേഖലകളിലും ഗണ്യമായ മാറ്റങ്ങൾ വന്നിട്ടുള്ളതായി പറഞ്ഞ പ്രധാനമന്ത്രി പാരമ്പര്യവും നൂതനാശയങ്ങളും സംയോജിപ്പിക്കുകയാണെങ്കിൽ അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് കാണാൻ കഴിയുമെന്നും അറിയിച്ചു. നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിരവധി വരുമാന സ്രോതസ്സുകളുണ്ട് എന്നറിയിച്ച പ്രധാനമന്ത്രി തീരുമാനം ഉറച്ചതാണെങ്കിൽ വിജയം നമ്മെ കൈവിടില്ല എന്നും ഓർമ്മിപ്പിച്ചു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ നാം വിജയദശമി ആഘോഷിക്കും. ഈ വിജയദശമി സവിശേഷമാക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്ഥാപിതമായതിന്റെ 100ാം വാർഷികമാണ് ഈ ദിവസം. ഒരു നൂറ്റാണ്ടിന്റെ ഈ യാത്ര അത്ഭുതകരവും പ്രചോദനാത്മകവുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കല, സാഹിത്യം, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള ഏറ്റവും സവിശേഷമായ കാര്യം അവ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അവയുടെ സുഗന്ധം എല്ലാ അതിരുകളെയും മറികടക്കുകയും ജനമനസ്സുകളെ സ്പർശിക്കുകയും ചെയ്യുന്നു എന്നതാണെന്ന് പ്രധാനമന്ത്രി പാരീസിലെ ഒരു സാംസ്കാരിക സ്ഥാപനമായ സൗന്ദക് മണ്ഡപം ഭാരതീയ നൃത്തകലയെ ജനപ്രിയമാക്കിയ വിഷയം പരാമർശിച്ചുകൊണ്ട് അറിയിച്ചു. ഇനി അങ്ങോട്ട് ഒന്നിനു പുറകെ ഒന്നായി ഉത്സവങ്ങളും സന്തോഷങ്ങളും വരാനിരിക്കുന്നു എന്നറിയിച്ച പ്രധാനമന്ത്രി എല്ലാ ഉത്സവവേദികളിലും GST സേവിംഗ്സ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് അറിയിച്ചു. നമ്മുടെ ഉത്സവങ്ങളെ കൂടുതൽ സവിശേഷമാക്കുന്നതിനായി തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് ഇത്തവണ ഉത്സവങ്ങൾ ആഘോഷിക്കാൻ നാം ദൃഢനിശ്ചയമെടുക്കണമെന്നും നമ്മുടെ ആഘോഷങ്ങളുടെ തിളക്കം പല മടങ്ങ് വർദ്ധിക്കുന്നതായി ഇതിലൂടെ കാണാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. वोकल फॉर लोकल को खरीदारी का मंत्र बना दीजिए. ठान लीजिए हमेशा के लिए जो देश में तैयार हुआ है वही खरीदेंगे. जिसे देश के लोगों ने बनाया है वही घर ले जाएंगे. जिसमें देश के किसी नागरिक की मेहनत है उसी सामान का उपयोग करेंगे. जब हम ऐसा करते हैं तो हम सिर्फ कोई सामान नहीं खरीदते, हम किसी परिवार की उम्मीद घर लाते हैं, किसी कारीगर की मेहनत को सम्मान देते हैं, किसी युवा उद्यमी के सपनों को पंख देते हैं. വോക്കൽ ഫോർ ലോക്കൽ എന്നത് നമ്മുടെ ഷോപ്പിംഗ് മന്ത്രമാണെന്നും രാജ്യത്ത് നിർമ്മിക്കുന്ന സാധനങ്ങൾ മാത്രമേ നാം വാങ്ങുകയുള്ളൂ എന്ന ദൃഢനിശ്ചയം എടുക്കണമെന്നും നാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സാധനം വാങ്ങുക മാത്രമല്ല, ഒരു കുടുംബത്തിന് പ്രതീക്ഷ നൽകുകയും ഒരു കരകൌശല വിദഗ്ധന്റെ കഠിനാധ്വാനത്തെ ബഹുമാനിക്കുകയും ഒരു യുവ സംരംഭകന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. നാം എല്ലാം നമ്മുടെ വീടുകൾ വൃത്തിയാക്കുന്ന തിരക്കിലാകുമെന്നും എന്നാൽ ശുചിത്വം വീടിന്റെ 4 ചുവരുകളിൽ മാത്രം ഒതുങ്ങരുതെന്നും തെരുവ്, കമ്പോളം, ഗ്രാമം എന്നിങ്ങനെ എല്ലായിടത്തും ശുചിത്വം വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായി മാറണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വരാനിരിക്കുന്ന ദീപാവലിക്ക് എല്ലാവിധ ആശംസകളും നേർന്ന പ്രധാനമന്ത്രി എല്ലാവരും സ്വയം പര്യാപ്തരാകുകയും രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുകയും അതിലേക്കുള്ള പാത സ്വദേശിയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂവെന്നും ആവർത്തിച്ച് വ്യക്തമാക്കി. പുതിയ കഥകളും പ്രചോദനങ്ങളുമായി അടുത്ത മാസം വീണ്ടും കാണാം എന്നറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 126ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയാണ് ഈ കേട്ടത്.